ദീപാവലി ദിവസം തിരുവനന്തപുരത്തെ വായു നിലവാര സൂചിക താഴേക്ക്. ബംഗളൂരു, ഹൈദരാബാദ് പോലുള്ള ദക്ഷിണേന്ത്യൻ നഗരങ്ങളെക്കാൾ മോശം നിലയിലാണ് തലസ്ഥാന നഗരത്തെ സാഹചര്യം. അന്തരീക്ഷത്തിലെ PM2.5 ഉൾപ്പെടെയുള്ള മനുഷ്യ ശരീരത്തിന് ഹാനികരമായ വസ്തുക്കളുടെ അളവും ഗുരുതരമായ അവസ്ഥയിലാണ്. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർപേഴ്സൺ ശ്രീകലയും ഇത് സ്ഥിരീകരിക്കുന്നുണ്ട്. ദീപാവലി ദിവസം ചൈനീസ് പടക്കങ്ങൾ ഉൾപ്പെടെയുള്ള ഫാൻസി ഉൽപ്പന്നങ്ങൾ പൊട്ടിച്ചതാണ് മലിനീകരണത്തിൻ്റെ തോത് വർദ്ധിക്കാൻ കാരണം. വിവരങ്ങളുമായി അജയ് സുധാ ബിജു ചേരുന്നുണ്ട്. അജയ്, നമുക്കറിയാം, പ്രത്യേകിച്ച് വടക്കേന്ത്യൻ നഗരങ്ങളിൽ, അതല്ലെങ്കിൽ നമ്മുടെ തൊട്ട് സമീപത്തുള്ള ബംഗളൂരു, ഹൈദരാബാദ് പോലുള്ള നഗരങ്ങളിലൊക്കെ ഈ ദീപാവലി ദിവസങ്ങളിൽ വായു നിലവാര സൂചിക താഴേക്ക് പോരാറുണ്ട്. പക്ഷെ കേരളത്തിൽ ഈ ശബ്ദ മലിനീകരണം ഒരു വലിയ പ്രശ്നമാണെങ്കിലും വായു മലിനീകരണം അത്രയധികം സൃഷ്ടിച്ചിട്ടില്ല. പക്ഷേ ഇന്നലെ രാത്രി മുതലുള്ള സാഹചര്യം പരിശോധിക്കുമ്പോൾ സ്ഥിതി അല്പം ഗുരുതരമാണ്. എന്താണ് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിവരങ്ങൾ? ടോം, ഇപ്പോൾ ഈ ദിവസങ്ങളിൽ, അതായത് ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെ അടക്കമുള്ള സമയങ്ങളിൽ ഈ വായു നിലവാരം അത് താഴേക്ക് പോകാനുള്ള ഒരു പ്രധാന കാരണമായിട്ട് നമുക്ക് പറയാനാകുന്നത് ഇപ്പോഴത്തെ 2 ദിവസമായി കേരളത്തിൽ തുടരുന്ന ഈ മഴ തന്നെയാണ്. ഈ മഴ കാരണം ഉണ്ടായിട്ടുള്ള മൂടിക്കെട്ടിയ അന്തരീക്ഷം, ഇത്തരത്തിലുള്ള കാലാവസ്ഥ, ഇത് കാരണം അന്തരീക്ഷ വായു അത് അന്തരീക്ഷ വായുവിന് സഞ്ചരിക്കാനാകാതെ അത് ഈ നഗരത്തിന് ചുറ്റും കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. സാധാരണ നിലയിൽ തിരുവനന്തപുരം നഗരം ഉൾപ്പെടുന്ന ഈ മേഖലയിൽ പടക്കം പൊട്ടിക്കുമ്പോഴാണെങ്കിലും മറ്റെന്ത് ഈ വായുവിൽ എന്ത് ആക്ടിവിറ്റീസ് നടന്നാലും അത് കടലിലേക്ക് ഈ വായു ഒഴുകിപ്പോകുന്ന അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്ന, ഇത് കാരണം അന്തരീക്ഷത്തിൽ അത് കെട്ടിനിന്ന് ഒരു ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലേക്ക് അത് പോകുന്ന ഒരു നിലയിലേക്ക് എത്താറില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രി അത് കടുത്ത മഴയും മൂടിക്കെട്ടിയ അന്തരീക്ഷം കൂടി ആയപ്പോൾ ഈ അന്തരീക്ഷ വായു കെട്ടിക്കിടന്ന് വായു നിലവാര സൂചിക അത് വളരെയധികം താഴേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയായിരുന്നു. പ്രധാനമായിട്ടും ഇന്നലെ രാത്രി നമ്മൾ നോക്കുകയാണെങ്കിൽ ശരാശരി AQA അത് 200-നടുത്തേക്ക് വരെ എത്തുന്ന ഒരു ഗുരുതരമായിട്ടുള്ള അവസ്ഥയുണ്ടായിരുന്നു. ചില സമയങ്ങളിൽ അത് 200-ന് മുകളിൽ വരെ ഈ ശരാശരി AQA എത്തിയിരുന്നു. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 200 എന്ന് പറയുന്നത് അത് വളരെ പുവറായിട്ടുള്ള ഒരു കാറ്റഗറിയിലാണ് 200 പെടുന്നത്. വളരെ ഒരു ശ്വസിക്കുമ്പോൾ അത് വളരെ ബ്രീത്തിങ് ഇഷ്യൂസും അതുപോലെ തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഈ 200 എന്ന് പറയുന്ന റേഞ്ച്. ആ റേഞ്ചായിരുന്നു ഇന്നലെ രാത്രി തിരുവനന്തപുരം നഗരത്തിൽ റിപ്പോർട്ട് ചെയ്ത AQAയുടെ അളവെന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ രാവിലത്തെ ഒരു നില നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ആ AQA കുറച്ച് മോഡറേറ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് ലൈവ് ട്രാക്കിംഗ് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ നിലവിൽ 74 സ്ഥിതി എന്ന് പറയുന്നത്. ഇപ്പോൾ രാവിലെ ആയപ്പോൾ ഈ സൂചിക ഇത് താഴേക്ക് വന്നിട്ടുണ്ട്. ഇന്നലെ രാത്രിയായിരുന്നു, ഇന്നലെ വൈകുന്നേരം 6 മണിക്ക് ശേഷമാണ് ഇതിന് വലിയൊരു കൂടുതൽ ഇതിലുണ്ടായത്. അതിൻ്റെ ഒരു കണക്ക് നമ്മൾ നോക്കുകയാണെങ്കിലും ഇതിൻ്റെ ഈ പട്ടിക നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും. വൈകുന്നേരം 6 മണിക്ക് ശേഷം ഇത് പടിപടിയായിട്ട് കയറി ഒരു രാത്രി 12-1 മണിയായപ്പോൾ ഏറ്റവും ഉച്ചസ്ഥായിയിൽ എത്തുകയായിരുന്നു. ആ സമയത്തായിരുന്നു ഏറ്റവും കൂടുതൽ അന്തരീക്ഷ മലിനീകരണം അത് നമ്മുടെ തിരുവനന്തപുരം നഗരത്തിൽ റിപ്പോർട്ട് ചെയ്തത്. മറ്റ് പല മെട്രോ നഗരങ്ങൾ, ഇപ്പോൾ ചെന്നൈ, അതുപോലെ തന്നെ ബാംഗ്ലൂർ, ഹൈദരാബാദ്, അങ്ങനെയുള്ള പല സ്ഥലങ്ങളെക്കാൾ വളരെയധികം കൂടിയ ഒരു നിലവാരമാണ് ഇത് എന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ലൈവ് ട്രാക്കിംഗ് അനുസരിച്ച് ചെന്നൈയിലെ വായു നിലവാര സൂചിക അത് 64, ബാംഗ്ലൂരിലെ 42, ഹൈദരാബാദിൽ 71. അപ്പോൾ ഇവിടങ്ങളിലൊക്കെ ഉള്ളതിനേക്കാൾ വളരെയധികം ഒരു മുന്നിലാണ് തിരുവനന്തപുരത്തെ ഇപ്പോൾ നിലവിലുള്ള അവസ്ഥ എന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഇന്നലെ രാത്രി ഉണ്ടായിട്ടുള്ള ഈ മലിനീകരണ തോത് അത് അത്രയധികം കൂടുതലായിരുന്നു. ഇത് കാരണമാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. ഇത് സംസ്ഥാനത്തെ ശരാശരി വായു നിലവാരത്തിൻ്റെ 1.2 ഇരട്ടി കൂടുതലാണ് എന്നും നമുക്ക് കണക്കുകൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് തീർച്ചയായിട്ടും ഒരു ഗുരുതരമായിട്ടുള്ള സിറ്റുവേഷനാണ്. അതുമാത്രമല്ല, ഇതിൽ എടുത്തു സൂചിപ്പിക്കേണ്ട ഒരു കാര്യം PM2.5 എന്ന് പറയുന്ന പാർട്ടിക്കിൾസ് അത് ഏറ്റവും അപകടകരമായിട്ടുള്ള കണികകളാണ്. നമ്മുടെ തലമുടി നാരിനേക്കാൾ 3 ഇരട്ടി ചെറിയ കണികകളാണ് PM2.5 പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. അത് ശ്വസിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക്, ശരീരത്തിനകത്തേക്ക് കയറുകയാണെങ്കിൽ അത് ശ്വാസകോശത്തിൽ പറ്റിപ്പിടിച്ച് രക്തത്തിലേക്ക് കലരുകയും അത് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നമ്മളെ നയിക്കുകയും ചെയ്യും. ഈ
PM 2.5-ന്റെ അളവും ഇന്നലെ രാത്രി വളരെയധികം കൂടുതലായിരുന്നു. അത് ഒരു ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. ഈ PM 2.5 അത് ഡൽഹിയിൽ ഉൾപ്പെടെ വലിയ ചർച്ചാ വിഷയമായിരുന്നു കഴിഞ്ഞ ഡിസംബറിൽ. ഒരു വലിയ ഇഷ്യൂ ആയിട്ട് ഡൽഹിയിൽ ഉൾപ്പെടെ വന്നിട്ടുള്ള ഒരു സൂചികയാണ് PM 2.5-ന്റെ. ആ ഒരു PM 2.5 ഡൽഹിയുടെ അത്രയൊന്നും എത്തിയിട്ടില്ല കേരളത്തിൽ, അത് ഒരു കാര്യമാണ്. എന്നാലും തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം രാത്രി PM 2.5 പതിവിലും കൂടുതൽ ഒരു അപകടകരമായിട്ടുള്ള നിലയിലേക്ക് അത് എത്തിയതായിരുന്നു. ഇത്തരത്തിൽ കുറച്ച് മണിക്കൂറുകൾ കുറച്ച് സമയത്തേക്കാണെങ്കിലും ഇത് ശ്വസിക്കുന്നത് അത് ഒരു ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. പ്രത്യേകിച്ച് ആസ്മ പോലെയുള്ള അസുഖങ്ങളുള്ളവർക്ക് അല്ലെങ്കിൽ പ്രായാധിക്യമുള്ളവർക്ക്. തീർച്ചയായും അജയ് സൂചിപ്പിച്ചതുപോലെ അതൊരു പക്ഷേ ഭാവിയിൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാം. പക്ഷെ ഇതിനെ എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയും? നമുക്കറിയാം, സാധാരണഗതിയിൽ മലയാളികൾ ദീപാവലിക്കാൽ കൂടുതൽ ആഘോഷിക്കുന്നത്, ഈ പടക്കം പൊട്ടിച്ചൊക്കെ ആഘോഷിക്കുന്നത് വിഷുവാണ്. പക്ഷെ ഇത്തവണ ദീപാവലി പ്രത്യേകിച്ചും തലസ്ഥാന നഗരത്തിൽ കൂടുതൽ ഈ ആഘോഷങ്ങൾ ഒരു പരിധി കടക്കുന്നു എന്നത് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു നിയന്ത്രണമൊക്കെ ആവശ്യമായിരിക്കാം. ഒരുപക്ഷെ വരും വർഷങ്ങളിൽ ഈ രീതിയിൽ വായു നിലവാര സൂചിക താഴേക്ക് പോകാതിരിക്കാനുള്ള ഇടപെടൽ ആവശ്യമാണ്. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ഭാഗത്തുനിന്നും ഒരു നടപടികൾ ഈ വിഷയത്തിലൊരു കർശനമായ നടപടികൾ ഉണ്ടാകേണ്ടതല്ലേ? തീർച്ചയായിട്ടും ഇപ്പോൾ മുൻകരുതൽ നടപടികൾ തീർച്ചയായിട്ടും സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. എന്നാലും ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആക്ഷൻ അത് സർക്കാർ എപ്പോഴും സ്വീകരിക്കുക, അല്ലെങ്കിൽ അതിലേക്ക് ഇറങ്ങുക ഒരു വായു നിലവാര സൂചിക 300-ന് മുകളിലേക്ക് വരുന്ന പശ്ചാത്തലത്തിലാണ്. ഡൽഹിയിൽ ഉൾപ്പെടെ നമ്മൾ അതിനനുസരിച്ച് അവർ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ നിലവിൽ ആ ഒരു സാഹചര്യത്തിൽ, അതായത് ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് വെച്ച് നോക്കിയാൽ വായു നിലവാരം അളക്കുന്നതിനുള്ള സൂചികയും അമേരിക്ക, യൂറോപ്പ് പോലെയുള്ള സ്ഥലങ്ങളിൽ ഈ വായു നിലവാര സൂചിക അളക്കുന്നതിൻ്റെ തോതും അത് വ്യത്യാസമുണ്ട്. അപ്പോൾ അമേരിക്കയിൽ അല്ലെങ്കിൽ യൂറോപ്പിൽ ഈ ഒരു തോത് നമ്മുടെ തലസ്ഥാനത്ത്, നമ്മുടെ തിരുവനന്തപുരത്ത് രേഖപ്പെടുത്തിയ തോത് തന്നെയും വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സിവിയർ ആയിട്ടുള്ള ഒരു ഘട്ടമാണ്. അപ്പോൾ ഇന്ത്യൻ നിലവാരം ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു മോഡറേറ്റ് ആയിട്ടുള്ള, കുറച്ചുകൂടി ഒരു റിലാക്സേഷൻ അതിൽ കൊടുക്കുന്ന രീതിയാണ്. അപ്പോൾ അതനുസരിച്ച് ഈ 300-ന് മുകളിൽ പോകുമ്പോഴാണ് സാധാരണ ഒരു സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കാറുള്ളത്. ഇവിടെ അത് സംഭവിക്കാത്തത് കൊണ്ടാകാം ഈ ഒരു വിഷയം, ഒരു അടിയന്തര നിയന്ത്രണം ഇതിൽ കൊണ്ടുവരാത്തത്. എന്നാലും ഡൽഹി പോലെയുള്ള നഗരങ്ങളിൽ സുപ്രീം കോടതി കർശനമായിട്ട് നിർദ്ദേശം കൊടുത്തിരുന്നു. സുപ്രീം കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നു, ഗ്രീൻ ക്രാക്കേഴ്സ് മാത്രമേ കത്തിക്കാവൂ, അത്തരം പടക്കങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് കർശന നിർദ്ദേശമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള കാര്യം, അത് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡും ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം പൊട്ടിച്ചതിൽ ഭൂരിഭാഗവും ചൈനീസ് പടക്കങ്ങൾ പോലെയുള്ള ഫാൻസി ഉൽപ്പന്നങ്ങളാണ്. ഇത് പൊട്ടിക്കുമ്പോൾ സാധാരണ കൺവെൻഷണൽ പടക്കങ്ങളെക്കാൾ കൂടുതൽ ഒരു പുകപടലങ്ങൾ, കൂടുതൽ അപകടകരമായിട്ടുള്ള വസ്തുക്കൾ അത് വായുവിലേക്ക് കലരും. ഇത് കാരണമാണ് ഈ അന്തരീക്ഷ വായു നിലവാരം അത് ഇത്രയധികം ഒരു ഗുരുതരമായിട്ടുള്ള നിലയിലേക്ക് എത്തിയതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം. അതുകൊണ്ട് തന്നെ ചൈനീസ് പടക്കങ്ങളുടെ ഉപയോഗം കുറച്ചാൽ തന്നെ ഇതിൻ്റെ ഒരു പരമാവധി പ്രശ്നം അത് കുറച്ചെങ്കിലും കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു അന്തരീക്ഷത്തിൻ്റെ കാര്യം, അതും ഒരു നിർണായകമായിട്ടുള്ള ഘടകം അത് തിരുവനന്തപുരത്തായിട്ടുണ്ട്. അതായത് ഈ മൂടിക്കെട്ടിയ അന്തരീക്ഷം, മഴ 2 ദിവസമായി തുടരുന്ന മഴയും ഈ മൂടിക്കെട്ടിയ അന്തരീക്ഷവും കാരണം ഈ വായു അത് മറ്റ് സ്ഥലങ്ങളിലേക്ക് നീങ്ങാതെ ഇവിടെ തന്നെ തങ്ങി നിൽക്കുകയും ഇത് കാരണം ഒരു പ്രശ്നം, ഈ വായു നിലവാരം അത് മോശം അവസ്ഥയിലേക്ക് എത്താനും കാരണമായിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി ഒന്നിച്ചു വന്നതാണ് ഈ തലസ്ഥാനത്തെ തിരുവനന്തപുരത്തെ വായു നിലവാര സൂചിക ഈ 200 എന്ന് പറയുന്ന ആ ഒരു റേഞ്ചിലേക്ക് എത്തിയ, ആ ഒരു ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിയത്. അതായത് 2 കാര്യങ്ങൾ, ഒന്ന് കാലാവസ്ഥയും പിന്നെ ചൈനീസ് പടക്കങ്ങളുടെ ഉപയോഗവും, ഇത് രണ്ടും കൂടി വന്നപ്പോൾ ഈ ഒരു നിലയിലേക്ക് എത്തുകയായിരുന്നു. എന്നാൽ ഇന്ന് രാവിലത്തെ നമ്മൾ സ്ഥിതിഗതികൾ നോക്കുകയാണെങ്കിൽ ഇന്നിപ്പോൾ ആ വായു നിലവാര സൂചിക അത് വീണ്ടും പഴയതുപോലെ ഒരു നോർമൽ സ്റ്റേജിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് രാത്രി അത് നിർണായകമാണ്. ഇന്ന് രാത്രിയാണ് ദീപാവലിയുടെ ഭാഗമായി, ദീപാവലി ദിവസം ഇന്നാണ് ഏറ്റവും കൂടുതൽ പടക്കങ്ങൾ അത്തരം കാര്യങ്ങളെല്ലാം തലസ്ഥാനവാസികൾ കത്തിച്ച് ആഘോഷിക്കുന്നത്.
ആഘോഷമാക്കുന്നത്. അപ്പോൾ ഇന്ന് രാത്രി ചിലപ്പോൾ ഒരു പക്ഷേ AQI പുതിയ റെക്കോർഡുകൾ തൊടാനായിട്ടുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇത് താൽക്കാലികമായിട്ടുള്ള ഒരു പ്രതിഭാസം മാത്രമാണ്. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഇത് സാധാരണ നിലയിൽ തന്നെ, അതായത് ഒരു 50-ന് താഴെയൊക്കെ ഈ ഒരു വായു നിലവാര സൂചിക തിരുവനന്തപുരത്ത് വരും. ഇപ്പോൾ നിലവിലുള്ള ഒരു പ്രത്യേക സാഹചര്യങ്ങൾ കാരണമാണ് ഇത്രയധികം മുകളിലേക്ക് ഒരു അന്തരീക്ഷ നിലവാര സൂചിക അതിൽ ഒരു ഇത്ര വലിയൊരു സംഖ്യ അത് രേഖപ്പെടുത്തിയത്. തീർച്ചയായും. പക്ഷേ നമ്മുടെ ഈ മലയാളികൾ എത്രയൊക്കെ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാലും ആ നിയമങ്ങളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് വീണ്ടും സമാനമായ രീതിയിൽ ആഘോഷം നടത്തും, പടക്കം പൊട്ടിക്കും. അത് കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് വഴിമാറാനുള്ള സാഹചര്യമുണ്ട്. ജനങ്ങൾ ഇക്കാര്യത്തിൽ ബോധവാന്മാരാണോ, അല്ലെങ്കിൽ ബോധവാന്മാരാക്കേണ്ടതല്ലേ? അവിടെ ആരുടെ ഭാഗത്തു നിന്നാണ് ഇടപെടൽ വേണ്ടത് അജയ്? തീർച്ചയായിട്ടും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ഇതിനെ സംബന്ധിച്ച് ഒരു കർശനമായിട്ടുള്ള നിർദ്ദേശം അത് ജനങ്ങൾക്ക് കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ ഡൽഹി പോലെയുള്ള നഗരങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവിടെയെല്ലാം ഈ മലിനീകരണം ഒരു വലിയ പ്രശ്നമായി വന്നതിന് ശേഷം ജനങ്ങൾക്ക് നിരന്തരം അവരെ ബോധവൽക്കരിച്ചിരുന്നു. അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക ഒരു ക്യാമ്പയിനുകൾ ഉൾപ്പെടെ സംഘടിപ്പിച്ച് ഇപ്പോൾ അവിടെ മെട്രോയിൽ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള ഒരു സന്ദേശം പകരുന്ന ഒരു പോസ്റ്ററുകൾ, അതുപോലെ തന്നെ പ്രത്യേക പരസ്യങ്ങൾ അടക്കം അവരെ ബോധവൽക്കരിക്കുന്ന നിരവധി പ്രവർത്തനങ്ങൾ അത് ഡൽഹി സർക്കാർ സ്വീകരിച്ചിരുന്നു. എന്നാൽ അത് ഈ അന്തരീക്ഷ വായു നിലവാരം അത് ഏറ്റവും മോശം അവസ്ഥയിലെത്തിയപ്പോഴാണ്, അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും മോശം അന്തരീക്ഷ വായു നിലവാരമുള്ള നഗരങ്ങളിലൊന്നായി ഡൽഹി മാറിയതിന് ശേഷമാണ് സർക്കാർ അത്തരം ഒരു നടപടികളിലേക്ക് കടന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇപ്പോൾ തിരുവനന്തപുരത്തെ നില നോക്കുകയാണെങ്കിൽ ഇത് ഈ ദീപാവലി ദിവസം മാത്രം സംഭവിച്ച ഒരു പ്രതിഭാസമാണെങ്കിലും ഇത് നമ്മൾ ഒരു ആശങ്കയോടെ നോക്കേണ്ട, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു മുൻകരുതലുകൾ സ്വീകരിക്കേണ്ട സമയമാണ്. ഇല്ലെങ്കിൽ തിരുവനന്തപുരവും നാളെ ഡൽഹി പോലെ അത്രയധികം ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉള്ള ഒരു സ്ഥലമായി മാറിയേക്കാം. ഇന്ത്യയുടെ നിത്യഹരിത നഗരമെന്നാണ് തിരുവനന്തപുരം അറിയപ്പെടുന്നത്. ആ ഒരു നിലയിലേക്ക് തിരുവനന്തപുരം പോവുകയാണെങ്കിൽ അത് വലിയ തരത്തിലുള്ള ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ അത് ഈ നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഡൽഹിയിൽ ഏർപ്പെടുത്തിയതുപോലെയുള്ള നിയന്ത്രണങ്ങൾ, കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ, ഈ പൊട്ടിക്കുകയാണെങ്കിൽ ഗ്രീൻ ക്രാക്കേഴ്സ് പൊട്ടിക്കുക, അതുപോലെ തന്നെ ചൈനീസ് പടക്കങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള നിരോധനം ഏർപ്പെടുത്തുക, ഇത്തരം കാര്യങ്ങളിലേക്ക് കർശനമായിട്ടുള്ള ഇത്തരം നടപടികളിലേക്ക് ഇപ്പോൾ തന്നെ കടന്നാൽ മാത്രമേ ഇനി വരും വർഷങ്ങളിലെങ്കിലും ഇത്തരമൊരു ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലേക്ക് വായു നിലവാര സൂചിക എത്താതിരിക്കാൻ സഹായകരമാവുകയുള്ളൂ. ഇപ്പോൾ കുറച്ച് സമയത്തേക്കാണെങ്കിലും PM 2.5 ഉൾപ്പെടെയുള്ള നമ്മുടെ വരും തലമുറ, നമ്മുടെ മക്കളും ജീവിക്കേണ്ട നാടാണിത്. നമ്മൾ തന്നെയാണ് ഇവിടെ ഒരു കരുതൽ, ഒരു ശ്രദ്ധയൊക്കെ നമ്മുടെ ഭാഗത്തു നിന്നാണ് വേണ്ടത്. ഇല്ലെങ്കിൽ വരും തലമുറയ്ക്ക്, ഭാവി തലമുറയ്ക്ക് ഇവിടെ ജീവിക്കുക എന്ന് പറയുമ്പോൾ അതീവ ദുഷ്കരമാകും. ഈ വായുമലിനീകരണം പോലെ തന്നെ ശബ്ദ മലിനീകരണവും നമ്മുടെ നാട്ടിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. കൊച്ചിയെ എയർഹോൺ മുക്ത നഗരമാക്കാൻ കർശന പരിശോധന